കർക്കിടക വാവ് ബലിക്കൊരുങ്ങി തലസ്ഥാനത്തെ തിരുവല്ലം പരശുരാമ ക്ഷേത്രം. നാളെ നടക്കുന്ന ബലിതർപ്പണത്തിനായി ക്ഷേത്രത്തിലും പരിസരത്തും മുന്നൊരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഭക്തർക്ക് സുഗമമായി ബലിതർപ്പണം നടത്താനുള്ള എല്ലാ ക്രമീകരണങ്ങളും സജ്ജമാണ്. നാളെ വെളുപ്പിന് ആയിരങ്ങളുടെ മന്ത്രോച്ചാരണത്തിന്റെ അകമ്പടിയോടെയാണ് തിരുവല്ലം ഉണരുന്നത്. കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രമായ തിരുവല്ലം ഒരു പുണ്യഭൂമിയായി മാറുന്ന നേരം ഈറനണിഞ്ഞ് അരയിൽ വെള്ളത്തോർത്തുമുണ്ട് ചുറ്റിയ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ക്ഷേത്രമുറ്റത്ത് കർമ്മിയുടെ നിർദ്ദേശങ്ങൾക്കായി കാതോർത്തു നിൽക്കും. മുറ്റത്തെ കരിങ്കൽ പാളികൾ പാകിയ ബലിമണ്ഡപത്തിൽ നാക്കില വെച്ച് മോതിരവിരലിൽ ദർഭപ്പുല്ല് ഉപയോഗിച്ചുള്ള പവിത്രമണിഞ്ഞ് പിതൃപരമ്പരകളെ സങ്കല്പിച്ച് അവർക്ക് ബലിച്ചോറും എള്ളും വെള്ളവും പുഷ്പവും ചന്ദനവും ഭസ്മവും ചേർത്ത് സമർപ്പിക്കും. അതേസമയം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും അനുഭവിക്കാതിരിക്കാൻ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ മുന്നൊരുക്കങ്ങൾ ഊർജിതമായി നടക്കുകയാണ്. ഇവിടെ 4 വാർഡാണുള്ളത്. തിരുവല്ലം, പുഞ്ചക്കരി, വെള്ളാറ്, പൂങ്കുളം. ഈ 4 വാർഡിലുള്ളയും കൗൺസിലർമാർ നല്ല സപ്പോർട്ടീവാണ്. എപ്പോൾ ഏത് സമയം അവരിവിടെ തന്നെയാണ്. അതേപോലെ തന്നെ നമ്മൾ ജീവനക്കാർ നല്ല ജോലിയാണ്. ഏകദേശം ഫുള്ളും ജോലി ഉണ്ട്. ഇന്നും ഫുള്ളും ഉണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം ക്ഷേത്ര സന്നിധിയിലെത്തി അവസാനഘട്ട മുന്നൊരുക്കങ്ങൾ വിലയിരുത്തിയിരുന്നു. ഭക്തരുടെ സുഗമമായ തീർത്ഥാടനം ഉറപ്പാക്കുന്നതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയതായി അദ്ദേഹം അറിയിച്ചു. ജനം, തിരുവനന്തപുരം.